നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാ ശാരികെ സ്വന്തം ജീവിതം ഇങ്ങനെ കല്ലിലടിച്ച് പൂക്കുല പോലെ തകർക്കുന്ന? വിഷ്ണുവേട്ടൻ ഇപ്പൊ പുതിയ ആളല്ലേ? ശാരദാവേ, നിങ്ങളുടെ മോളുടെ അസുഖം വേറെയാ. മലയാളത്തിലും ഇംഗ്ലീഷിലും അതിനൊരു പേരുണ്ട്, പക്ഷേ പറയാൻ അറയ്ക്കും. ചേച്ചിക്ക് വേറെ ബന്ധമുള്ളത് കൊണ്ടാണോ രാജീവ് സാറ് വിട്ടേച്ച് പോയെന്നാ ടീച്ചേഴ്സ് അടക്കമുള്ളവര് ഒളിഞ്ഞു മറിഞ്ഞൊക്കെ ചോദിക്കുന്നെ. മോളെ, കഴിക്കെടുത്ത് വെച്ചിട്ടുണ്ട്, വന്നേ. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മോളെ കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാ ശാരദമ്മ പോയത്. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത്? മോളെ, പോകാൻ. കഴിപ്പിക്കാൻ വന്നേക്കുന്നു. രാജി, നീ എന്തെടുക്ക അവിടെ? ഞാൻ ശാരിക മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ. എന്നിട്ട് കൊടുത്തില്ലേ? വേണ്ടാന്ന് പറഞ്ഞു. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടു ചാന്തേ. ആ, നിനക്കിത് തന്നെ വരണം. ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കണമെന്ന് ശാരദാമ്മ പറഞ്ഞിട്ടും ഇതുകൊണ്ട് തന്നെയാ ഞാൻ അമൃതയത്തെ എഴുന്നള്ളിക്കാൻ പോവാതിരുന്നത്. എടി, വിശക്കുന്നവര് വന്ന് കഴിക്കും. ഈ ലോകത്ത് പട്ടിണി കിടക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്കേ ഭക്ഷണത്തിന്റെ വില അറിയൂ. ഈ പെണ്ണിനൊക്കെ അഹമ്മതിയല്ലേ? മോളെ ചക്കരയെന്നൊക്കെ വിളിച്ച് ഊട്ടാൻ നടക്കുന്ന നമ്മളെ വേണം തൊഴിക്കാൻ. നമ്മളെ ഇവരുടെ ഹോട്ടലിലെ ജോലിക്കാരാ, അല്ലാതെ ആ പെണ്ണിന്റെ അടിമകളൊന്നുമല്ല. അവളുടെ ആട്ടും തുപ്പും കൊണ്ടോട്ട് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ചാന്ത ഒന്ന് പതുക്കെ, അവള് കേക്കും. കേക്കുന്നേ, കേക്കട്ടെടി. അവളെ കൊണ്ട് നമുക്കുള്ള ഗുണമെങ്കിലും ഉണ്ടോ ശാരദാമ്മയ്ക്ക്? എന്നും ആട്ടിയും ബഹളവും കണ്ണീരും. അവള് തന്നെ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന ബന്ധമാ രാജീവ് സാറുമായിട്ടുള്ളത്. എന്നിട്ട് ഒരു ദിവസം സമാധാനമായിട്ട് ജീവിച്ചിട്ടുണ്ടോ ആ സാറിന്റെ കൂടെ? അവളെ കെട്ടിയത് കൊണ്ട് ആ സാറിന്റെ ജീവിതവും കൂടെ കുളം തോണ്ടി. നല്ല വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉള്ളൊരു പെണ്ണിനെ കെട്ടി മനസമാധാനമായിട്ട് കഴിയേണ്ട സാറാ ഇപ്പൊ തലയ്ക്ക് തീ പിടിച്ച് ഭ്രാന്തനെ പോലെ നടക്കുന്നത്. കെട്ടിച്ചു വിട്ടാലും ശാരദാമ്മയുടെ മനസ്സിന് വല്ല സമാധാനം ഉണ്ടോ? അതുമില്ല. ഇതെന്നും ഒരു ഒഴിയാ ബാധയായി തലയിൽ കുടിയിരിക്കല്ലേ. ജന്മം കൊടുത്തെന്ന് കരുതി പെറ്റമ്മയെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഒരു പെണ്ണ്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാ മക്കളായിട്ട് പിറക്കുന്നതെന്ന് ഇവളെയൊക്കെ കാണുമ്പോഴാ മനസ്സിലാവുന്നത്. നീ വന്നേ. ശാരദാമ്മ ശാലിനിമോളുടെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് പോയതുകൊണ്ട് കടയിൽ ആരുമില്ല. ശ്യാമമോള് പഠിക്കാൻ പോയെന്നെങ്കിലും പറയാം. കെട്ടിയവനെ തല്ലി ഇറക്കിയിട്ട് മുറി കയറി അടയിരിക്കാൻ ഇവൾക്കിത് എന്തിന്റെ കേടാ? ജോലി ചെയ്യാതിരിക്കാനുള്ള അടവ് അത്രേ ഉള്ളൂ. നമുക്കങ്ങനെ പൊരുന്നേരിക്കാൻ ശാരദാമ്മയല്ല അമ്മ. വാ. കെട്ടിച്ചു വിട്ടാലും ശാരദാമ്മയുടെ മനസ്സിന് വല്ല സമാധാനം ഉണ്ടോ? അതുമില്ല. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാ മക്കളായിട്ട് പിറക്കുന്നതെന്ന് ഇവളെയൊക്കെ കാണുമ്പോഴാ മനസ്സിലാവുന്നത്. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നു കയറിയതോടെ എല്ലാം മാറി. അന്തസ്സും അഭിമാനവും എല്ലാം മറന്നു. ചായക്കടക്കാരിയുടെ മകൾക്ക് ആ അന്തസ്സേ ഉള്ളൂ. അതിലേക്ക് അവനും താഴ്ന്നു. വഴിവക്കിൽ അവനൊരു തട്ടുകടയോ മുറുക്കാൻ കടയോ തുറന്നാ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യണമെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? അതിനെ സത്യഭാമ വേറെ ജനിക്കണം. ഭാമേ,
അതിനു മുമ്പ് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു നമുക്ക്. മാർക്കറ്റിൽ 50 രൂപയായിട്ട് കച്ചവടം തുടങ്ങിയ രാഘവൻ നായര് ആദ്യമേ പണയം വെച്ചത് ഈ അന്തസ്സും അഭിമാനവും ഒക്കെയാ. പണത്തിന് വേണ്ടി പലരുടെ മുമ്പിലും കൈകെട്ടി നിൽക്കുമ്പോ ആട്ടും തുപ്പും വരെ കൊണ്ടിട്ടുണ്ട്. അന്ന് അതൊന്നും എന്നെ സ്പർശിച്ചിട്ട് പോലുമില്ല. ഒരു കുടുംബമുണ്ട്, അത് പോറ്റണം, അതായിരുന്നു മറ്റെന്തിനേക്കാളും എനിക്ക് പ്രധാനം. എന്റെ മകൻ ഇന്നങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അവൻ കഷ്ടപ്പെടട്ടെ, അതിന് ജീവിതം പഠിക്കാം അവന്. രാഘവേട്ട, അവൻ അതിന്റെ ആവശ്യമുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അവൻ എന്ത് ചെയ്യണമെന്നായിരുന്നു? അവനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഭാര്യയെ നീ ഇവിടെ ഇറക്കി വിടുമ്പോ അതിന് സമ്മതം മൂളി ഇവിടെ ഒരു പട്ടിയെ പോലെ ചുരുണ്ടുകൂടി വാലാട്ടി നിൽക്കണമായിരുന്നോ? ഇഷ്ടഭക്ഷണം, സുഖജീവിതം, അതാണല്ലോ അല്ലേ അന്തസ്സും അഭിമാനം ഒക്കെ. കുടുംബം വേണ്ടാന്ന് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാനേ ഈ രാഘവനാർക്ക് അവസരം ഉണ്ടായിരുന്നു ഭാമേ. അതൊന്നും മറക്കരുത് നീ. സാരമില്ല, അതൊക്കെ പോട്ടെ. ഭാമേ, ദാ നമ്മുടെ മക്കള് ശാലിനി വിഷ്ണു കൂടെ ഇത് നിനക്ക് തന്നെ അയച്ചതാ. അവരുണ്ടാക്കിയ ഭക്ഷണം. വാങ്ങിക്ക് ഭാമേ. ആ അത്രയ്ക്കായോ? നീ എന്താണ് കാണിച്ചേ? അങ്കിൾ എന്തിനാണ് അടിച്ചത്? ഇതൊന്നും കാണുന്നില്ലേ? ആന്റിക്ക് ഇത് ഇഷ്ടമല്ലാത്തോണ്ടാ ഞാൻ പിടിച്ചു വാങ്ങിച്ചു കളഞ്ഞത്. ആന്റിക്ക് ഇഷ്ടമല്ല നീ അവിടെ തീരുമാനിക്കുന്നേ? അതിന്റെ ആന്റി പറയട്ടോ അങ്ങോട്ട്. ഭാമേ, നിനക്ക് ഇഷ്ടമല്ലേതോ? പറയാൻ പറയാൻ ഇഷ്ടമല്ല. അത് ശരി, നിനക്ക് ഇഷ്ടമല്ലല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.